Hello everybody, this is Pearly Mani here. I'm just waiting for everyone to come online. ഞാൻ ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. വിലയിരുത്തലൊരു ടോപ്പിക്കൊക്കെ എഴുതി, ഹൗ ടു ബി ഹാപ്പി, ഹൗ ടു ബി കോൺഫിഡൻറ്റ്, ഹൗ ടു ബി പോസിറ്റീവ് ഡ്യൂറിങ് ചാലഞ്ചിങ് സിറ്റുവേഷൻ എന്നൊക്കെ ഭയങ്കര ടോപ്പിക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞാൻ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്താ പറയേണ്ടതെന്ന്. എന്തായാലും എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് ഫസ്റ്റ് പറയാനുള്ളൊരു കാര്യം, ഐ എം റിയലി മിസ്സിങ് യു ഓൾ. ഡീഫ് ഡാൻസ് കഴിഞ്ഞതോടെ നിങ്ങളുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, വീട്ടിലൊക്കെ പോകാൻ പറ്റാത്ത പോലത്തെ ഒരു ഫീലിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, അതൊക്കെ ഒരു ചാലഞ്ചാണ്. ഈ ചാലഞ്ചൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് പറയാനാണ് ആക്ച്വലി ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആൻഡ് റിയലി ഐ മിസ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു. നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല, ബട്ട് സംഹൗ ഐ ഫീൽ നിങ്ങളുടെയൊക്കെ കാരണമാണ് ഞാൻ ഇത്രയും ജോളി ആയത്. നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ എന്നെ അങ്ങനെ ജഡ്ജ് ചെയ്തിട്ടില്ല. എന്നെ കളിയാക്കിയിട്ടുണ്ട്, എൻ്റെ മുടീനെ കളിയാക്കിയിട്ടുണ്ട്, എൻ്റെ സംസാരത്തിനെ കളിയാക്കിയിട്ടുണ്ട്, എൻ്റെ വളിപ്പിനെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനെന്ന വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും ഹേർട്ട് ചെയ്തിട്ടില്ല. സോ ഐ ഓൾവേസ് ഓ മലയാളി ഓഡിയൻസ്, എല്ലായിടത്തുള്ള എല്ലാ മലയാളി ഓഡിയൻസിനും എൻ്റെ ആദ്യത്തെ ഒരു വലിയ ഉമ്മ ഞാൻ തരാണ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ്. ആക്ച്വലി ഞാൻ ഇന്ന് ഈ ലൈവ് വരാൻ കാരണം അപർണ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ്. അപർണ എനിക്കിന്നൊരു മെസ്സേജ് അയച്ചിരുന്നു. ഐ ജസ്റ്റ് റീഡ് ദാറ്റ് മെസ്സേജ്. വയലാർ, ജസ്റ്റിസ് ഫോർ മിഷേർ, പിന്നെ ഒരു ആക്ട്രസിന്റെ ഇഷ്യൂ, ഇതിനൊന്നും പേളി അറിഞ്ഞില്ലേ? വീഡിയോയും പോസ്റ്റും ഒന്നും കണ്ടില്ല. അല്ലെങ്കിലും പൊട്ട വീഡിയോ ലൈവ് വരും, ബട്ട് റിയൽ ആയിട്ട് ആവശ്യമുള്ളപ്പോൾ പേളി ലൈവ് വരില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്നെ അപർണ ഒന്ന് മെസ്സേജ് ചെയ്തു. ശരിക്കും എനിക്കതൊന്ന് കൊണ്ടു. സത്യം പറയാലോ അപർണ, ഇതൊക്കെ ഞാനും കാണുന്നുണ്ട്. അപർണേനെ പോലെ തന്നെ ഞാനും ഒരു സാധാരണ ഒരു പെൺകുട്ടി തന്നെയാണ്. ആങ്കർ ആയതുകൊണ്ട് എനിക്ക് സൂപ്പർ പവർ ഒന്നുമില്ല. എനിക്കും സങ്കടം വരും, എനിക്കും പേടിയാവും. എനിക്ക് ഈ ന്യൂസൊക്കെ കാണുമ്പോൾ ഞാനും രാത്രിയൊക്കെ ഒറ്റയ്ക്ക് നടക്കുമ്പം ചെറുതായിട്ടൊന്ന് ടെൻഷനൊക്കെ ആവും. ബട്ട് യു നോ വാട്ട്, ഇതൊക്കെ ഷെയർ ചെയ്യുന്നതിനും ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ഗോ മീറ്റ് ദ കൺസേൺ പീപ്പിൾ. എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്ന ഞാൻ ആലോചിക്കുന്നത്. ഫേസ്ബുക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മാത്രമാണ്. ബിക്കോസ് എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് നമ്മൾ ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മളുടെ ഗുണത്തിന് വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന സെയിം ടി വി, ഇന്റർനെറ്റ് തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ടുഡേ ഞാൻ ഇന്ന് ലൈവില് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ജസ്റ്റ് റീഡ് സം കമന്റ്സ്. Hi Abdu, hello. Swaroop Ravi says hi Pearly, hi Pearly. Achha, hi, hello Abdu. Shaz says hi, hello. Monster Rafiq says Pearly ചേച്ചി നിങ്ങളുടെ സ്റ്റൈൽ ലുക്ക്. എടാ ഞാൻ സത്യം പറയല്ലോ, ഇത് എന്ത് ലുക്കാന്ന് എനിക്കെന്നെ അറിയില്ല. ഡ്രെഡ് ലോക്സ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുടി. ഓക്കെ, ശ്രീകുമാർ ശ്രീ says how are you? I'm fine, I'm actually happy. എൻ്റെ റൂമിലാണ് ഇരിക്കുന്നത്, ഭയങ്കര ഒരു ബ്രൈറ്റ് റൂമിലാണ് ഞാൻ ഇരിക്കുന്നത്. സോ ടുഡേ I'm going to talk about ഹൗ ടു ബി കോൺഫിഡൻറ്റ്. എന്താണ് ഈ കോൺഫിഡൻസ്? പലരുടെ വിചാരം കോൺഫിഡൻസ് എന്ന് വെച്ചാൽ നമ്മൾ നല്ല ലുക്കും ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ നടന്ന അടിപൊളി കാർ ഉണ്ടെങ്കിൽ, പിന്നെ ഭയങ്കര പഠിപ്പും വിവരമൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൺഫിഡൻസ് എന്നാണ് എല്ലാവരുടെയും വിചാരം. വെരി സോറി, ദാറ്റ് ഈസ് നോട്ട് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലാത്തപ്പോൾ നിങ്ങൾ എന്ത് സ്റ്റൈലായിട്ടിരിക്കുന്നു, അതാണ് റിയൽ കോൺഫിഡൻസ്. റിയൽ കോൺഫിഡൻസ് കംസ് ഫ്രം വിതിൻ. ഇതൊന്നുമില്ല, കാറ് പോയി, പൈസ പോയി, എല്ലാം പോയി, ലുക്സ് ചിലപ്പോൾ പോവും. യുനോ ഒരു ചെറിയൊരു ആക്സിഡന്റ് മതി ഈ ലുക്കൊക്കെ പോവാൻ, മുടി ചിലപ്പോൾ കത്തിപ്പോയിന്നിരിക്കാം. പക്ഷെ ഇതൊന്നും ഇല്ലാത്തപ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ സ്ട്രോങ്, ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ്, ദാറ്റ് മൈ ഡിയർ ഫ്രണ്ട് ഇസ് റിയൽ കോൺഫിഡൻസ്. നിങ്ങൾ എല്ലാവരും കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾ ഡീപ്പ് ഡൗൺ നിങ്ങളൊക്കെ കോൺഫിഡൻ്റ് ആണ്. ലോകം നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിലേ നിങ്ങൾ വലിയ മനുഷ്യനാവുള്ളൂ, അല്ലെങ്കിൽ വലിയ ജോലി കിട്ടിയാലേ വലിയ മനുഷ്യനാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പോപ്പുലർ ആയാലേ ചിലപ്പോൾ നിങ്ങൾ കുടുംബത്തിനൊരു അഭിമാനം ആവുള്ളൂ എന്നൊക്കെ എല്ലാവരും പറയാൻ ചുമ്മയാണ്. നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ദെൻ യു ആർ എ ഹ്യൂമൻ ബീയിങ് ഹു ഇസ് ലിവിങ് ബ്യൂട്ടിഫുൾ ലൈഫ്. അങ്ങനെയാണ് ലൈഫ് ലിവ് ചെയ്യേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിക്കേണ്ടതല്ല ലൈഫ്. ഒരു ദിവസം ജീവിക്കുകയാണെങ്കിൽ പോലും ഹാപ്പി ആയിട്ട് ജീവിക്കുക. പിന്നെ ഇതാണ് കോൺഫിഡൻസ് എന്ന് എനിക്ക് തോന്നുന്നത്, അക്കോർഡിംഗ് ടു മീ അറ്റ്ലീസ്റ്റ്. ബിക്കോസ്
ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ ആങ്കറിങ്ങിലേക്കോ അല്ലെങ്കിൽ ആക്ട്രസ് ആവണമെന്നോ ഒന്നും വിചാരിച്ച് നടന്ന ഒരാളെയല്ല. ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി എ മോട്ടിവേഷണൽ സ്പീക്കർ. എൻ്റെ ഡാഡി ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ബൈക്ക് ഓടിക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ആങ്കർ ആക്കിയത്. ആങ്കറിംഗ് എന്ന് പറയുമ്പം ബൈക്ക് ഓടിച്ച് ഒരു ടേസ്റ്റ് ഓഫ് കേരള എന്നുള്ളൊരു ഷോയിലേക്കാണ് ഞാൻ ആദ്യം വരുന്നത്. ഐ നെവർ വാണ്ടഡ് ടു റിയലി ബി ആൻ ആങ്കർ. ഐ വാണ്ടഡ് ടു ബി എ മോട്ടിവേഷൻ സ്പീക്കർ. ഈവൻ ടുഡേ എൻ്റെ 9ാം ക്ലാസ് 10ാം ക്ലാസ് സ്ലാം ബുക്കിൽ പോലും ഞാൻ എഴുതിയിരിക്കുന്നത് ഐ വാണ്ട് ബി എ സ്പീക്കർ എന്നാണ്. സോ ആക്ട്രസ് ആവാനൊന്നും അല്ല എൻ്റെ താല്പര്യം. സോ ദിസ് ഇസ് വെയർ ഐ എം ഹെഡഡ്. ഇന്ന് ഞാൻ ഈ ഒരു കോൺവെർസേഷനിൽ നിങ്ങളായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഐ ബിലീവ് എൻ്റെ സക്സസ് ഇസ് ഓൺലി വെൻ ഐ മേക്ക് എവ്രിബഡി സക്സസ്ഫുൾ അറൌണ്ട് മീ. എൻ്റെ ചുറ്റുള്ള എല്ലാവരും ഹാപ്പി ആവുമ്പോഴാണ് എനിക്കും ഹാപ്പിനെസ് കിട്ടുന്നത്. അരവിന്ദ് says, hey Pearly, great that you responded to Aparna's message. We are also hoping for the best and act for justice to girls. Okay, ഇനി ഞാൻ വേറൊരു കാര്യം പറയുന്നത്, സ്റ്റേയിങ് പോസിറ്റീവ്. ഹൗ ടു സ്റ്റേ പോസിറ്റീവ്? ഡെഫിനറ്റ്ലി നമ്മൾ ന്യൂസ് കണ്ടാൽ കഴിഞ്ഞ് തീർന്ന് എൻ്റെ ദൈവമേ എൻ്റെ ദിവസം പോവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. കറക്റ്റാണ്. കാണാൻ പഠിക്കുക. ലൈഫിൽ പലതും സംഭവിക്കും. ഇപ്പൊ ഒരു ബൂഫേന് ഞാൻ പോവുകയാണ്. ബൂഫേയിൽ അവിടെ ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, ബീഫുണ്ട്, പാമ്പുണ്ട്, പഴുതാരയുണ്ട്. എല്ലാം കഴിക്കുന്ന ആളുടെ പേര് മണ്ടൻ എന്നാണ്. അതേപോലെ തന്നെയാണ് TV, അതേപോലെ തന്നെയാണ് ഇന്റർനെറ്റിൽ എല്ലാം ഉണ്ട്, പോൺ വരെ ഉണ്ട്. ഇതെല്ലാം കാണുന്ന ആളുടെ പേരാണ് മണ്ടൻ. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഉറങ്ങാൻ പറ്റാണ്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. യു വിൽ ഫീൽ ലൈക്ക് എന്തൊക്കെയോ നെഗറ്റിവിറ്റി ആവശ്യമില്ലാണ്ടിരുന്ന് കണ്ടിട്ട് you are not able to sleep. Don't do that. Always believe that the world is a beautiful place. നല്ല ലോകത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ലോകത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ അമ്മ നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. സോ ന്യൂസിൽ കാണുന്നത് ഡെഫിനറ്റ്ലി അത് റിയാലിറ്റിയാണ്, സത്യമാണ്. പക്ഷെ അത് മാത്രമല്ല ലോകം. ഡോണ്ട് തിങ്ക് ലോകം മുഴുവൻ ചീത്തയായി എന്ന് വിചാരിക്കരുത്. ലോകത്ത് കുറച്ച് ചീത്തയുണ്ട്, അതിനെയാണ് TV എടുത്ത് കാണിക്കുന്നത്. ബിക്കോസ് നല്ലത് കാണിച്ച ഇവിടെ ആർക്കും വേണ്ട. മമ്മിയുടെ കഞ്ഞിയും പയറും ഞങ്ങൾക്ക് ആർക്കും വേണ്ട, ബിരിയാണി മതി വീട്ടിൽ പോലും എന്ന് പറയുന്നത് പോലെ പാവപ്പെട്ട നല്ല ന്യൂസുകളൊന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വയലൻസ്, കുത്തിക്കൊന്നു എന്നൊക്കെ പറയുമ്പോഴാണ് എല്ലാവർക്കും ഒരു ത്രില്ല് വരുന്നത്. ഓ വാ, കുത്തിക്കൊന്നു, എന്താണ് ആ ന്യൂസ്, അയ്യോ എൻ്റെ ലോകം ചീത്തയായി. പ്ലീസ് ഡോണ്ട് ബിക്കം പപ്പറ്റ്സ് ഓഫ് മീഡിയ. മീഡിയ വിൽ ഡു വാട്ട് എവർ ദേ വാണ്ട്. പക്ഷെ നിങ്ങൾ അതിൻ്റെ വിക്ടിംസ് ആവരുത്. വിക്ടിംസിന്റെ കഥ കേൾക്കുക. Don't react in such a way that I heard എൻ്റെ ഒരു ഫ്രണ്ട്, she kind of quit her job. ഈ ന്യൂസ് ഒക്കെ കണ്ട അവൾ ജോലി നിർത്തി പേടിച്ചിട്ട്. ഞാൻ പറഞ്ഞു, നീ എന്തൊരു മണ്ടിയാണ്. നീ ഇത്രയും വർഷം ജനിച്ചപ്പോൾ തൊട്ട് ഈ ജോലിക്ക് വേണ്ടി നീ പഠിച്ചു, ഇത്രയും നീ കഷ്ടപ്പെട്ട് പണിയെടുത്തു, അവസാനം ഒരു ന്യൂസ് കണ്ടിട്ട് നീ ജോലി നിർത്താന്ന് വെച്ചാൽ ഹൗ ക്രേസി. ലൈഫിൽ എന്തും നമ്മൾ കാണും. കാർ ഇപ്പൊ റോഡിൽ ഒരു ആക്സിഡന്റ് നടന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാർ ഓടിക്കുന്നത് നിർത്തുവോ? ആൾക്കാർ പുറത്ത് വണ്ടി ഓടിക്കുന്നത് നിർത്തുവോ? ഇല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെയാണ് പോസിറ്റീവ് കഴിഞ്ഞിട്ട് അടുത്ത സംഭവം വരുന്നത്. സ്റ്റേ ഹാപ്പി. എന്തൊക്കെ പറ്റിയാലും സ്റ്റേ ഹാപ്പി, സ്റ്റേ കോൺഫിഡൻറ്റ്. ഇനി സ്ത്രീകൾക്ക് എനിക്ക് പറയാനുള്ളത് ഒരേ കാര്യം, ഞാൻ ഇത്രയും വർഷമായിട്ട് 18ാമത്തെ വയസ്സ് തൊട്ട് ഐ ഹവ് ബിൻ വർക്കിംഗ് എലോൺ. ഇതുവരെ എൻ്റെ മമ്മിയും ഡാഡിയും അധികം എൻ്റെ കൂടെ സെറ്റിലോ ലൊക്കേഷനിലോ ഒന്നും വന്നിട്ടൊന്നുമില്ല. ബട്ട് ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് സേഫ്. എന്തുകൊണ്ടാണെന്നറിയോ? ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തത് 30 ദിവസം ഒരു കാട്ടിലാണ്. 80 പേരുള്ള ക്രൂവില് ഞാൻ മാത്രമായിരുന്നു ഒരു പെൺകുട്ടി. ഞാൻ അന്ന് സേഫായിട്ട് എൻ്റെ വീട്ടിലേലും സേഫായിട്ട്, എനിക്ക് അത്ര എന്നെ പാമ്പർ ചെയ്ത് എനിക്ക് ഭക്ഷണം തന്ന് എൻ്റെ അച്ഛനമ്മയും പോലും എന്നെ അങ്ങനെ നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ അവിടെ ചെന്ന് അവരെയൊക്കെ ട്രീറ്റ് ചെയ്തത് എൻ്റെ സ്വന്തം ചേട്ടന്മാരെ പോലെയാണ്. അവരാരാന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, അവരെന്നെ എങ്ങനെ കാണുന്നു എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ അവരെ കാണുന്നത് എൻ്റെ സ്വന്തം ബ്രദേഴ്സ്, അവരുടെ പോലെയാണ് ഞാൻ അവരെ കണ്ടത്. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഐ ജസ്റ്റ് ഡിഡ് ദാറ്റ്. ചിലപ്പോൾ നമുക്ക് അതിന് എക്സ്ട്രാ ടൈം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ വലിയ ലെവലിൽ നിന്നൊക്കെ നമുക്ക് താഴേക്കൊക്കെ വരണം എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളൊക്കെ ഈക്വൽ ആണ്. അദ്ദേഹം ക്രൂവിൽ ലൈറ്റ് പിടിക്കുന്നു, ഞാൻ ആക്ട് ചെയ്യുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വി ആർ ഓൾ ദ സെയിം. ഇനി ഞാൻ അടുത്ത ഇതൊന്ന് പറയട്ടെ. ഒരു മീഡിയ സെലിബ്രേറ്റ് ഓൺലി നെഗറ്റീവ് ഇൻ US നമുക്ക് ഇനിയിപ്പം കുറ്റം പറയണ്ട. ലെറ്റ്സ് നോട്ട് ടോക്ക്. മീഡിയനെ കുറിച്ച് കുറ്റം ഒന്നും പറയണ്ട. നമ്മളും കള്ളത്തരം കാണിക്കുന്നവരാണ്, എല്ലാവരും കള്ളത്തരം കാണിക്കുന്നവരാണ്. നോ ബഡി ഈസ് പെർഫെക്റ്റ്. നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യണ്ട. നമുക്ക് ഇനി ഇപ്പം ചെയ്യാനുള്ളത്, വരുന്ന ഒരു ജനറേഷൻ ഉണ്ട്, കുഞ്ഞു പിള്ളേർ വരെ TV കാണുന്നുണ്ട്. സോ വെൻ ദേ ടെൽ യു ഇസ് ഇറ്റ് ഓക്കെ ടു ഗോ ഔട്ട്, അവരെ നിങ്ങൾ പേടിപ്പിക്കല്ലേ. പ്ലീസ് ഡോണ്ട് ടെൽ ദം കേരളത്തിലെ ആണുങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ വേണ്ടിയിട്ട് പേടിപ്പിക്കുന്ന ഒരു ഇമേജ് ആണുങ്ങൾക്ക് കൊടുക്കല്ലേ.
ആണുങ്ങളൊക്കെ നല്ല. എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഫ്രണ്ട്സുള്ള ആണുങ്ങൾ തന്നെയാണ്. എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇസ് മൈ ഡാഡ്. എൻ്റെ ഡാഡി ഈസ് മൈ ഹീറോ. എൻ്റെ ഡാഡിനെ പോലെയാണ് നിങ്ങളുടെയൊക്കെ ഡാഡിമാരെന്ന് എനിക്ക് ഉറപ്പാണ്. ബിക്കോസ് കേരളത്തിലെ മെജോറിറ്റി 99% ഓഫ് മെൻ ആർ അമേസിങ് ഗൈസ്. ആ ഒരു 1% ഉള്ളൂ ഈ തോന്നിയാസം കാണിക്കുന്നത്. ഈ 99% ഓഫ് മെൻ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ 1%നെ ഇങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റും. സോ ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതായത് നമ്മളോട് നമ്മൾ നല്ല കാര്യങ്ങൾ പറയാം. നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ട് നമ്മൾ തന്നെയാണ്. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ, ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ചിലപ്പോൾ എപ്പോഴും ഉണ്ടായിന്ന് വരില്ല. ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് സംസാരിക്കാൻ പഠിക്കണം. ഒരു പ്രശ്നം വരുവാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാറ് റോഡിൽ വെച്ച് നിന്നുപോയി. നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. അയ്യോ എൻ്റെ കാര്യം തീർന്നു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഓക്കെ, സ്റ്റെപ്നി എവിടെ എന്ന് ചിന്തിക്കാം. സ്റ്റെപ്നി എങ്ങനെ മാറ്റുക അറിയില്ല എങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കൂ. ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പഠിക്കുക. പാനിക് ആവാണ്ടിരിക്കാൻ പഠിക്കുക. ആൻഡ് എല്ലാവരെയും നെഗറ്റീവായിട്ട് കാണരുത്. TV ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചത് നമ്മളുടെ എന്റർടൈൻമെന്റിനാണ് എന്ന് നമ്മുടെ ലൈഫിനെ TVയും നമ്മൾ വാങ്ങിച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളും നമ്മളുടെ മൂഡിനെ കളയാൻ ശ്രമിക്കുന്നു, അന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക. കാണാൻ പഠിക്കുക. ലൈഫിന് ഹാപ്പി ആയിട്ടിരിക്കാൻ പഠിക്കുക. ലൈഫ് ഒന്നേ ഉള്ളൂ. അടിച്ച് പൊളിച്ച് ജീവിക്കും മച്ചാനെ. പേടിച്ച് ജീവിക്കുന്ന ലൈഫല്ല. സങ്കടപ്പെട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ലൈഫല്ല. ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഒന്നും ഇല്ലാത്ത കുടില് ജീവിക്കുന്ന ഒരു അങ്കിളിനും ആന്റിക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാമെങ്കിൽ എല്ലാം ഉള്ള നിങ്ങൾക്ക്, ഇപ്പൊ ഈ ലൈവ് കാണുന്ന ഇന്റർനെറ്റ് വരെയുള്ള നിങ്ങൾക്ക് എത്ര ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു, ഐ ലവ് യു ഓൾ. ഞാനിതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ഐ ജസ്റ്റ് വാണ്ട് സേ, എൻ്റെ സ്വന്തം ബ്രദറിനോടും സിസ്റ്ററിനോടും എൻ്റെ ഫ്രണ്ട്സിനോടും ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക അതേപോലെയാണ് ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം. അതിനുള്ള റിപ്ലൈ ഞാൻ തരും. ബട്ട് ഐ ലവ് യു ഓൾ. ഐ വോണ്ട് യു ഓൾ ടു നോ ദാറ്റ്. ആൻഡ് 2-3 മെസ്സേജും കൂടി വായിക്കട്ടെ. പേളി എന്താ, മിഷേലിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണം, അതിനു വേണ്ടി ഒരു 2 വാക്ക് ലൈവിൽ വേണം. Michelle, I don't know Michelle, like I don't know, I just can't എന്താണ് ഞാൻ പറയാ, ലൈക്ക് ഐ കാൺട്ട് സേ എനിത്തിങ്. നോ, മിഷേൽ എന്ന് പറയുന്ന ഒരു മോള് മാത്രമല്ല, ആ അമ്മയുടെ പ്രതീക്ഷ, ആ അച്ഛൻ്റെ പ്രതീക്ഷ, അവളുടെ ഫ്രണ്ട്സിൻ്റെ, അവളുടെ ബ്രദേഴ്സ്, അനിയത്തിമാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ ഒരു വലിയൊരു അംഗമാണ് പോയത്. പക്ഷെ മിഷേൽ ഡെഫിനറ്റ്ലി ഷീ വിൽ ലിവ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഷീ വിൽ ലിവ്. മിഷേലിന് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മിഷേലുകൾ ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഡിസിഷൻ വി ഹാവ് ടു മേക്ക്. സോ ബി സേഫ്. നമ്മുടെ നല്ല ചേട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളെ പോലത്തെ എല്ലാ പെണ്ണുങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത്. സോ നല്ല ചേട്ടന്മാർക്ക് എൻ്റെ ഒരു വലിയ ഉമ്മ. ബിക്കോസ് ഇന്നലെയും കൂടെ എൻ്റെ കാർ റോഡിൽ നിന്ന് പോയിട്ട് ഒരു ഓട്ടോ ചേട്ടനാണ് എനിക്ക് കാറ് ഉന്തി സൈഡാക്കി തന്നിട്ട് എനിക്ക് ഊബർ പിടിച്ചു തരാൻ ഹെൽപ്പ് ചെയ്തത്. സോ നല്ല ചേട്ടന്മാര്, ഞാൻ ഇതുവരെ നല്ല ചേട്ടന്മാരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് നന്ദി. ഞാൻ നല്ലത് മാത്രം അട്രാക്ട് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ഒരാളാണ്. മനസ്സിൽ നല്ലത് മാത്രം ചിന്തിക്കുക, പേടിക്കാണ്ട് ജീവിക്കുക. ഇപ്പം 10 പേര് റോട്ടിൽ കൂടെ നടന്നു പോകുന്നു. ഓക്കെ, ഇപ്പം ഭയങ്കര പേടിയുള്ള ആളെ മുഖം കാണുമ്പോൾ നമുക്കറിയും. ശരിക്കും പറയുന്നത് ഇങ്ങനത്തെ ആ 1% ആണുങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഈ പേടിയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോഴാണ് ചിലപ്പോൾ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ തോന്നുന്നത്. സോ പേടി മുഖത്ത് വെക്കരുത്, ദേഷ്യവും മുഖത്ത് വെക്കരുത്. എപ്പോഴും കാമായിട്ടിരിക്കുക. ഒരാളെ കണ്ടാൽ ചിരിക്കാൻ പഠിക്കുക. ഹലോ, ഹായ്, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കാൻ പഠിക്കുക. ബി ഫ്രണ്ട്ലി. ഓക്കെ, എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്, കീപ് ടെല്ലിങ് യുവർ സെൽഫ് യു ആർ ബ്യൂട്ടിഫുൾ, യു ആർ അമേസിങ്, യു ആർ ദ ബെസ്റ്റ്. നിങ്ങൾ വേറെ ഒന്നും ആയില്ലെങ്കിലും കുഴപ്പമില്ല. ലൈഫിൽ എവിടെ എത്തിയില്ലെങ്കിലും, നമ്മുടെ ലൈഫിൽ വലിയ പൈസക്കാരനോ വലിയ ജോലിയോ നിങ്ങൾ പ്രതീക്ഷിച്ചോ വലിയ ഒന്നും ആയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. ലൈഫിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കണം. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ്. ഓക്കെ, സോ ഐ ലവ് യു ഓൾ. ഐ താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ് ടു മീ. 3000-ഓളം പേര് ഇപ്പം ലൈവിൽ എന്നെ കാണുന്നുണ്ട്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഐ ലവ് യു. നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ നിങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കണ്ടിട്ടുകൂടിയില്ല, പക്ഷെ നിങ്ങൾ ഓരോരുത്തരിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മുൻപിൻ പരിചയമില്ലാതെ എനിക്ക് നിങ്ങളിൽ വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വസിച്ചുകൂടാ? നിങ്ങൾക്ക് എന്തുകൊണ്ട്
നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൂടാ. ലവ് യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ആൻഡ് ഐ ലവ് യു. ബൈ.